ഗുരുവായൂർ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരത്ത് പക്ഷേ ഡോക്ടറെ കാണിച്ചിട്ട് സാറെന്ന് വെച്ചാൽ സാധാരണ ഈ ഒരു പ്രായത്തിൽ വരുന്ന ഒരു അസുഖമല്ല, ഈ സ്കിന്നിന് ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കണ്ണൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ സാറെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഇംഗ്ലീഷ് മരുന്നിൽ മാറില്ലെന്നുള്ള കേസായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആയുർവേദം കാണിച്ചു, ഒരു 3 വർഷമുള്ള ആയുർവേദം കാണിച്ചു, അതുപോലെ ഹോമിയോ കാണിച്ചു. അതിലൊന്നും വലിയ റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് ഒരിക്കലും പറഞ്ഞു ഇംഗ്ലീഷ് മരുന്ന് ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു ടെൻഷൻ കൊണ്ട് വീട്ടിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. കാരണം ഷർട്ട് കഴിച്ചിട്ട് ഒരാളെ കൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഒരു വിഷമം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആരോടും പറയാനില്ലെങ്കിലും നമ്മളൊരു അമ്പലത്തിലേക്ക് പോകും അല്ലെ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഷർട്ട് വെച്ചിരിക്കണം. ആകെ മടിയോട് അമ്പലത്തിൽ പോകാറില്ല. പിന്നെ ആകെ പോകാറ് പറശ്ശിനി കടവ്, അടുത്ത ഷർട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിനൊരു 10-15 കൊല്ലം ഈ ഒരു പ്രശ്നം വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആദ്യം വന്ന ഒരു മൾട്ടി കാർഡ് ബ്ലഡ് ഫീൽ, അത് അരക്കല്ല അളിയന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ അളിയന്റെ ഒരു ബ്ലഡ് ഇൻഫെക്ഷൻ കാരണം ഒരു ഭയങ്കര ചോദിച്ചാൽ പ്രശ്നമായിട്ട് അത് മാറി. അതിനുശേഷം എന്റെ അപ്പയിലെ വിജയ് മേഡം എന്റെ ചേച്ചി പറഞ്ഞിട്ട് അനിയൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഓനെന്താ കൊടുക്കാനെന്ന് ചോദിച്ചു. അപ്പം 90% ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട്, അത് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് നേരെ എന്നോടൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ കണ്ണൂര് വലിയ ഡോക്ടറാണ്, ഡോക്ടർ അസോർ ഡോക്ടർ, അതിനേക്കാളും ഡോക്ടറാണ് നിങ്ങളെ വീട്ടിലോട്ട് സംസാരിക്കുന്നത് ചോദിച്ചു. ചേച്ചിയായാലും ഞാൻ ഒരു ദേഹദർശനം കൊടുത്തിട്ടുണ്ട്, ഞാൻ അവൻ ഫയർ ചെയ്തു. കാരണം അനുഭവിക്കുന്നത് ഞാനാണ്. അപ്പൊ പിന്നെയും കുറെ കൺവിൻസ് ചെയ്തു, കുറെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്നിട്ട് നടന്നില്ല. പിന്നെ അമ്മയെ കൺവിൻസ് ചെയ്തു. അമ്മയുടെ കാര്യം പറഞ്ഞു, മോനെ നമ്മളെ ഇത് മാറാൻ